ആട്ട മേടിച്ചിട്ടുണ്ടല്ലോ, ഇതുണ്ടോ കൈ നിറച്ച് പൊടി. ഞാൻ പൊട്ടാത്ത ആട്ട നോക്കി മേടിച്ചതായിരുന്നു, പക്ഷെ അതിൻ്റെ തുമ്പിത്തിരി പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, പാക്ക് ചെയ്ത് വിടുമ്പോൾ സംഭവിക്കുന്നതായിരിക്കും. സോ ഇനിയിപ്പോൾ മേടിക്കാനുള്ള സാധനങ്ങൾ അരിയും ആട്ടയും മേടിച്ചു. അയ്യോ, ചിക്കനൊക്കെ മേടിക്കണമായിരുന്നു. സമയം എന്തായി? ഇനി സമയമുണ്ടോ ചിക്കൻ മേടിക്കാൻ? ചിക്കൻ മേടിക്കാൻ സമയമുണ്ടോയെന്ന് വെച്ചാൽ സമയമുണ്ട്. നോക്കട്ടെ, ഒരു ചിക്കനോടെ മേടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ ഡിറ്റർമൈൻഡ് ആയിട്ട് ഒരു സാധനം മേടിക്കാൻ വന്നത് ആ സാധനം മാത്രം മേടിച്ചിട്ട് പോകാം. കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നിട്ട് നാളെ മതി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാവേ. ഒരുപാട് മേടിച്ച് കഴിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കടയിൽ വന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം കൂടെ മേടിച്ചോണ്ടേ എലൈറ്റിൻ്റെ റസ്ക്. ഇതേപോലെ നൊസ്റ്റാൾജിയ ഉണർന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സാധനം മേടിച്ചോണ്ടേതാണ്. എന്നിട്ട് ഞാൻ 2 ദിവസം കൊണ്ട് ഒരു വലിയ പാക്കറ്റ് റസ്ക് മൊത്തം ഒറ്റയിരിപ്പിനെ അങ്ങ് തിന്നു തീർത്തു. ഒറ്റയിരിപ്പിനെന്നല്ല, 2 ദിവസം കൊണ്ട് ഞാൻ തിന്നു തീർത്തു. ഒരു ദിവസം കൊണ്ട് തിന്നാന്നായിരുന്നു ആലോചിച്ചത്, പക്ഷേ ഇന്ന് തീർക്കാൻ പറ്റിയില്ല. റസ്കൊക്കെ അടിച്ചു പറിക്കലും വലിയ പാടാണല്ലോ. പിന്നെ ഒരു പ്രാവശ്യം തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ചായ തീർന്നു. ഇനി അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ വേണം ചായയിൽ മുക്കി റസ്ക് അടിക്കാൻ. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാൻ അതൊരു അമർത്ത് നടത്തി. പക്ഷെ പിറ്റേ ദിവസം അതിൻ്റെ ബാക്കി നിന്നു, അങ്ങനെ റസ്ക് നിർത്തും. ഇതിപ്പോൾ മിക്കവാറും ക്രാക്ക് ജാക്ക് 2 days 2-3 പാക്കറ്റ് ഉണ്ട്. 2 days മിക്കവാറും തീരും. ഈ പാക്കറ്റ് മിക്കവാറും വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തീരുന്നതായിരിക്കും. അതാ ഇന്നലെ ഉണ്ടല്ലോ, ഇന്നലെ എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫുണ്ടല്ലോ, വൈഫ് പറഞ്ഞു ഞാൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഞാൻ പ്രായം കുറഞ്ഞു വരുവാണല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഓരോ വർഷം കൂടുമ്പോൾ ഞാനിങ്ങനെ യങ്ങായി വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്? ചിലപ്പോൾ ഞാൻ യങ്ങായി വരുന്നതിൻ്റെ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നാറുണ്ടാവില്ലേ? ഞാൻ മാത്രം ഇങ്ങനെ പ്രായമൊന്നും ബാധിക്കാതെ പ്രായമായി മുതുക്കരായി എന്നിട്ടാ ഒറ്റ ഇത് കേൾക്കുന്ന എൻ്റെ വീട്ടുകാർ പറഞ്ഞതായിരിക്കും, അവൻ മുതുക്കരായപ്പോ അവൻ്റെ എങ്ങ ഇത് പറഞ്ഞത്. എന്ത് ചെയ്യാനാണ് അങ്ങനെ? ഇവിടെ ഉണ്ടല്ലോ, നാട്ടിലെ പോലെ അല്ല, ഇവിടുത്തെ സ്കൈ ഉണ്ടല്ലോ കാണാൻ ഭയങ്കര കിടിലോ. നല്ല നീല കളറും നീലയും വെള്ളയൊക്കെ മിക്സ് ആയിട്ട്. എനിക്ക് തോന്നുന്നു നോർത്ത് ഏരിയയിലേക്ക് കയറുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ സ്പെയിനിൽ പോയ സമയത്ത് സ്പെയിനിലെ സ്കൈക്ക് ഇത്ര ബ്യൂട്ടി ഇല്ലായിരുന്നു. സ്പെയിൻ ഇച്ചിരി താഴ്ന്ന സ്ഥലത്താണ്, അതുകൊണ്ടായിരിക്കണം. അവിടെ ഇച്ചിരി ചൂടും, അന്ന് ഞാൻ പോയ സമയത്ത് ഇച്ചിരി ചൂടും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ സമയത്ത് എനിക്ക് അവിടുത്തെ സ്കൈക്ക് ഈ ഒരു ബ്യൂട്ടി ഫീൽ കിട്ടിയിട്ടില്ല. പക്ഷെ നാട്ടിലെ സ്കൈയിലും ഇതേപോലെ എനിക്ക് തോന്നുന്നു ഈ വെള്ള മേഘങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാത്തതുകൊണ്ടായിരിക്കും, ഇത് കാണുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ബ്യൂട്ടിഫുൾ. അവിടെ അത്ര സെറ്റപ്പായിട്ട് ഫീൽ ചെയ്യാത്ത മേഘങ്ങളില്ലാത്തതുകൊണ്ടായിരിക്കും. സ്പെയിനിൽ പോയപ്പോഴും എനിക്കങ്ങനെ ആകാശം കാണാൻ, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആലോചിക്കായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആകാശം വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ആകാശം കാണാൻ ഒരു സുഖമില്ലല്ലോ. പക്ഷെ ഇവിടെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഭയങ്കര കളർഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സ്കൈ ഭയങ്കര ബ്ലൂ ആൻഡ് വൈറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കാണുമ്പോൾ നല്ല രസമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ആ ഒരു വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ റോട്ടിൽ നോക്കിയപ്പോൾ സ്കൈ കണ്ടതായിരുന്നു. ഇപ്പൊ തണുപ്പൊക്കെ, ഇപ്പോഴത്തെ തണുപ്പിന്റെ അവസ്ഥ എന്താ പറയാമോ? ഇപ്പോൾ രാത്രിയും രാവിലെയും നല്ല തണുപ്പാണ്, പക്ഷെ ഉച്ചയ്ക്ക് നല്ല രസമാണ്. നല്ല ഒരു ചൂട്. ശരി കഴിയുമ്പോൾ അത് നല്ല മൂഞ്ചിയ ഒരു ചൂടാവും, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചൂടാവും.
കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ അങ്ങനെയായിരുന്നു, പൊള്ളി വെന്തിരിക്കുകയൊക്കെ ഇരുന്നിട്ടുണ്ട്. അത് മതി. ഇപ്പോൾ ഈ അടുത്ത സ്ഥാപന ജംഗമ വസ്തുക്കൾ മേടിച്ചിട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഹെട്രിക് ഡേ. ചിക്കൻ മേടിച്ചു, ചിക്കൻ്റെ തൈസ് വാങ്ങിച്ചിരിക്കും. വേറെ എന്തായിരുന്നു? എൻ്റെ പ്രോട്ടീൻ യോഗട്ട് സെക്ഷൻ. ഇനി എൻ്റെ പ്രോട്ടീൻ ടൈമാണ്. പ്രോട്ടീൻ ഏഴ് ദിവസത്തേക്കുള്ള പ്രോട്ടീൻ ഉണ്ട്. ഈസ്റ്റർ എഗ്സ് കുറേ വന്നിട്ടുണ്ട്. അത് വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല, ചുമ്മാ ചോക്ലേറ്റിൻ്റെ ഒരു മുട്ട പോലെ ഇരിക്കുന്നു, ഒരു എഗ്ഗ്, ചോക്ലേറ്റിൻ്റെ എഗ്ഗ്. ഞാൻ അത് വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് കുറേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പിന്നെ ജംസ് പോലത്തെ സാധനം കിട്ടും, അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ചുമ്മാ പിള്ളേരെ പറ്റിക്കാൻ ഓരോ പരിപാടികൾ. പിള്ളേരൊക്കെ ഈസ്റ്റർ എഗ്ഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച് തല്ലി പൊട്ടിച്ച് അതിൻ്റെ ചോക്ലേറ്റും പരത്തുനിന്ന് ഒരോളത്തി അങ്ങ് പോകും. ഞാൻ പിന്നെ യങ്ങായി വരുന്നത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് അതൊക്കെ ആവശ്യം വരും കേട്ടോ, പിള്ളേര് കളിക്കുള്ളൂ. ദിസ് ഈസ് പ്രോട്ടീൻ യോഗട്ട്. ഡെയിലി 1 pouch വെച്ച് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. കുറച്ചാളായിട്ട് മടി പിടിച്ച് ഞാൻ കഴിപ്പ് നിർത്തി. ഇപ്പം ഞാൻ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ വീട്ടിൽ പോട്ടെ, ഞാൻ തീർന്നു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു, ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ഇന്നത്തെ എൻ്റെ ബഡ്ജറ്റും എല്ലാം കഴിഞ്ഞു. നല്ല പൈസ പറ്റി. വേറൊരു കാര്യം പറയാനുള്ളൂ, പണ്ടൊക്കെ ഞാൻ വന്ന സമയത്തുണ്ടല്ലോ, ഞാൻ വന്നപ്പോൾ 2021 2 കൊല്ലമായി പറയാൻ പറ്റില്ല, ഇൻഫ്ലേഷൻ്റെ ഒരു ഇതേ. 2021 ഞാൻ വന്ന സമയത്ത് ഞാൻ ഈ സ്റ്റോറിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചോണ്ടിരുന്നത്. എപ്പോൾ പോയ സ്റ്റോറിൽ തന്നെയാണ് ഞാൻ മേടിച്ചോണ്ടിരുന്നത്. അവൻ എൻ്റെ അടുത്താണ് താമസിച്ചോണ്ടിരുന്നത്. ഞാൻ ഇവിടെ വന്ന് മേടിച്ചത് എത്രയ്ക്കാന്ന് പറയുമ്പോൾ സാധനം മേടിച്ചാൽ 15 പൗണ്ടിന് ഒരാഴ്ച 2 ആഴ്ച കഴിക്കാനുള്ള സാധനം ഞാൻ വാങ്ങിക്കായിരുന്നു. എന്നിട്ട് അത് വെച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിലവ് 15 പൗണ്ടിൽ മേടിച്ചിട്ട് തീർക്കും. ഞാൻ എന്നിട്ട് അതിന് 15 പൗണ്ട് ഓക്കെ കഴിഞ്ഞു, അതിനുള്ള ഫുഡ് കഴിച്ചു, പരിപാടി ചെയ്തു. അടുത്ത 1-2 ആഴ്ച കഴിയും, അടുത്ത ഇതേപോലെ മേടിക്കും. അങ്ങനെ വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല മാസം. എൻ്റെ മോനെ, ഇപ്പം എൻ്റെ പ്രശ്നമാണോ അത് ഇവിടെ മൊത്തത്തിൽ വില കൂടിയതാണോ ഒന്നും എനിക്കറിയാൻ പാടില്ല. ചുമ്മാ കടയിൽ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 30-40 പൗണ്ടാണ് എനിക്ക് മാത്രം. അതായത് ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് എനിക്ക് മാത്രമായിട്ടുള്ള ചിലവ് ആണത്രയും വന്നത്. ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ പെയറായിട്ട് അല്ലെങ്കിൽ 2 പേരോടും കൂടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന അതേപോലെ ഉള്ളവരുണ്ട്. അതേപോലെ ഉള്ളവർക്ക് അവർക്ക് പോലും ആവുന്നില്ല, 2 പേർക്ക് കഴിക്കാൻ പോലും ആവുന്നില്ല ഇത്രയും. എനിക്ക് ഒരാൾക്കാണ് ഈ പറഞ്ഞ 30-40 ഒറ്റ ട്രിപ്പിൽ പോയിട്ട് തന്നെയാവും. ഇതേപോലെ 1-2 പ്രാവശ്യം ഞാൻ മാസത്തിൽ പോകും. എന്ത് ചിലവല്ലേ, സോ സാഡ്. അതൊരു കടയിൽ നിന്ന് കേട്ടോ. ഞാൻ നമ്മുടെ നാട്ടിലെ ഐറ്റംസ് കിട്ടുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് കയറിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ 20 കൊണ്ട് അവിടെ പോകും. അത് വേറെ പോയിന്റ്. ഡെയിലി ഓരോന്ന് കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ വലിയ മടുപ്പ് വന്നില്ല. സാധാരണ പ്രോട്ടീനൊക്കെ തിന്നുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്യും. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല രസം. ഞാൻ കുറേ പേർക്ക് സജസ്റ്റ് ചെയ്ത് കുറേ പേര് കഴിക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ളത് ഫാറ്റില്ല, ഫാറ്റ് ഫ്രീ, ഹൈ പ്രോട്ടീൻ. ഇതിൽ 25 grams ഓഫ് പ്രോട്ടീൻ. ദാറ്റ്സ് റിയലി ഗുഡ്.
ആരത് റോക്കറ്റ് വിടുന്നു? അവിടെ നോക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വെടിക്കെട്ടും ഊരും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോയി ഒരുപാട് സമയമൊന്നുമില്ല, ഇനി പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ഓക്കെ, ബൈ, സി യ.